അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വിശുദ്ധമായ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ലാഹു ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്, എങ്കിലും വേഗം ഒന്നുകൂടി പറയാം. ആ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് ഉച്ചരിക്കപ്പെടുന്ന അക്ഷരമാണ് ഹംസ. ഹംസ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറത്തേക്ക് വരാതെ സൂക്ഷിക്കണം. ആ. രണ്ടാമത് ഐൻ ഉച്ചരിക്കുമ്പോൾ മയപ്പെടുത്തി ഉച്ചരിക്കണം. ആദ്യം ഉച്ചരിക്കാൻ പാടില്ലാത്ത രൂപം പറയാം. ആ ഉ ആ ഉ ആ ഉ എന്ന് ഉച്ചരിക്കല്ലേ, മറിച്ച് ആ ഉ ആ ഉ ആ ഉ, അതായത് കട്ട് ചെയ്ത് പോകരുത്. ഒരു അക്ഷരത്തിൽ നിന്ന് മറ്റൊരക്ഷരത്തിലേക്ക് കട്ട് ചെയ്ത് പോകരുത്. അ ഉ അ ഉ എന്നുച്ചരിക്കരുത്, മറിച്ച് ആ ഉ ആ ഉ ആ ഉ. ശേഷം ഐനിൽ ലമ്മാണല്ലോ, ലമ്മായതുകൊണ്ട് അവിടെ രണ്ട് ചുണ്ടും പക്ഷിയുടെ ചുണ്ട് പോലെ കൂർപ്പിച്ച് വെക്കണം. ഊ ഊ. അടുത്തത് ദാലാണ്. ദാലിന് ഹോൾഡ് ചെയ്താണ് ഉച്ചരിക്കേണ്ടത്, അഥവാ ദാലിന് അർറഹാവത്ത് എന്ന സിഫത്തുണ്ട്, ഹോൾഡ് ചെയ്യണം. വേഗം ദു എന്ന് ഉച്ചരിച്ച് പോകരുത്. അതുപോലെ ദാലിന് വമ്മുണ്ട്, പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ദാല് പുള്ളിയുള്ള ദാലാണ്, പുള്ളിയില്ലാത്ത ദാല് അല്ല, ദാലാണ്. ദാലിൻ്റെ മഖ്റജ് കൂടി ശ്രദ്ധിക്കുക. നാവിൻ്റെ അഗ്രവും മേൽ മുൻപല്ലുകളുടെ താഴ്വശവും ആണ് ദാലിൻ്റെ മഖ്റജ്. അപ്പോൾ ദാലിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. അതുപോലെ ദാല് അർറഹാവത്ത് എന്ന ഹോൾഡിംഗ് ഉള്ളതായ അക്ഷരമാണ്. അതുപോലെ ദാലിന് വമ്മുണ്ട്, കൂർപ്പിച്ച് വെക്കണം, ചുണ്ട് രണ്ടും കൂർപ്പിച്ച് വെക്കണം. അഊദു എന്ന് ഉച്ചരിക്കുക. ശേഷം ബില്ലാഹി. ബ വളരെ എളുപ്പമാണ് ഉച്ചരിക്കുക, സിമ്പിളായിട്ട് ഉച്ചരിക്കുക. ബ ബി ബു ബി. ശേഷം ബില്ലാഹി എന്നാണ്. അവിടെ ലാമിൽ ഷദ്ദുണ്ട്, അതുപോലെ നേർപ്പിച്ചാണ് ലാമ് ഉച്ചരിക്കേണ്ടത്. ബില്ലാഹി. ഇവിടെ രണ്ട് രീതിയിൽ ഉച്ചരിക്കാൻ പാടില്ല, അത് ഞാൻ ഓർമ്മപ്പെടുത്തണം. ഒന്ന്, ബില്ലാഹി എന്ന് സിമ്പിളായിട്ട് ഉച്ചരിക്കരുത്, ബില്ലാഹി എന്ന് ഉച്ചരിക്കാൻ പാടില്ല. അതുപോലെ ഖനപ്പിച്ച് വല്ലാതെ ശക്തിയെടുത്ത് ഉച്ചരിക്കരുത്. ബില്ലാഹി എന്നും ഉച്ചരിക്കാൻ പാടില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള മധ്യമ നിലയാണ് സ്വീകരിക്കേണ്ടത്. കാരണം തവസ്സുത്ത് എന്ന സിഫത്താണ് ലാമിനുള്ളത്. അപ്പോൾ അങ്ങനെ തവസ്സുത്ത് എന്ന് പറയുമ്പോൾ ഒരു മധ്യമ നിലയിൽ ഓതുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറയുന്ന ഓരോ അക്ഷരങ്ങൾ കൂടെ പറയാൻ വേണ്ടി ശ്രമിക്കണം. ഓതി തരുമ്പോൾ എന്നോടൊപ്പം ഓതാൻ വേണ്ടിയും പരിശ്രമിക്കണം. കാരണം ഇത് ഖുർആൻ പാരായണ പ്രാക്ടിക്കൽ ക്ലാസ്സാണ്, അഥവാ ഖുർആനിൻ്റെ തജ്വീദിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കൽ ലെവലിൽ വരണം. നമുക്ക് പരിശീലനം ഉണ്ടാകണം, ഓതി പരിശീലനം ഉണ്ടാകണം. കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് അല്ല, വെറുതെ കേട്ടുകൊണ്ട് മാത്രം ഇരിക്കാൻ പാടില്ല. എന്നാൽ കേട്ടുകൊണ്ടിരിക്കേണ്ട സ്ഥലത്ത് കേട്ടുകൊണ്ടിരിക്കണം, എന്നാൽ പറയേണ്ട സ്ഥലത്ത് പറയുകയും വേണം. ഓക്കെ. അപ്പോൾ ബില്ലാഹി എന്ന് ഓതാൻ പാടില്ല, ബില്ലാഹി എന്നും ഓതാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് ഓതേണ്ടത്? ബില്ലാഹി ബില്ലാഹി. ഒന്നുകൂടി വ്യക്തമാക്കാം. അൽ എന്ന് പറയാൻ പാടില്ല, അൽ അൽ
അൽ അല്ല അൽ, അല്പം ഒരു സ്വല്പം മുന്നോട്ട് ഹോൾഡ് ചെയ്യണം, എന്നാൽ കൂടുതലാകാനും പാടില്ല. തവസ്സുത്ത് എന്ന് പറഞ്ഞാൽ മധ്യമ നിലയാണ്. അപ്പോൾ ബില്ലാഹി ബില്ലാഹി ബില്ലാഹി. അതുപോലെ ഹ ഉച്ചരിക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഹ എന്ന് പറയുന്ന തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ് ഉച്ചരിക്കേണ്ടത്. ബില്ലാഹി 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 ബില്ലാഹി. എൻ്റെ കൂടെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലേ? ബില്ലാഹി ബില്ലാഹി. ശേഷം മീം. മീം ഉച്ചരിക്കുമ്പോഴും ബ ഉച്ചരിക്കുമ്പോഴും ചുണ്ടിന് ചെറിയ വ്യത്യാസമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ബ എന്ന് പറയുമ്പോൾ ചുണ്ട് നേരെ ഉച്ചരിക്കുക, ചുണ്ടിൻ്റെ ഉൾഭാഗം കൊണ്ടാണ് ഉച്ചരിക്കുന്നത്. ബ ബ. മീമാകുമ്പോൾ ചുണ്ടിൻ്റെ പുറം ഭാഗമാണ് മ മ. എന്നാൽ ഈ ചുണ്ടിൻ്റെ പുറം ഭാഗം പൂർണ്ണമായി ചെയ്യുന്നതിന് വേണ്ടി പൂർണ്ണമായിട്ടും ചുണ്ട് മടക്കുന്ന ചില ആളും അങ്ങനെ വേണമെന്നില്ല. സാധാരണ വളരെ സിമ്പിളായിട്ട് മീന മീ 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 മ മീ ബ ബ വേറെ ബ ബി. മീം പറയുമ്പോഴോ മ മീ. അങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞാലും മതിയാവുന്നതാണ്. അപ്പോൾ മീന മീന. നൂന് പറയുമ്പോഴും ശ്രദ്ധിക്കുക. നൂൻ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റവും അങ്ങേ അറ്റവും നടുഭാഗവുമൊക്കെ താഴ്ന്നിരിക്കുന്നതിൽ ശ്രദ്ധിക്കുക. കാരണം മീമ് നൂന് എന്നതിലൊക്കെ ഇസ്തിഫാല് ഇൻഫിതാഹ് എന്ന സിഫത്തുകളുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പം എന്താണ് അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇപ്പം മീൻ ന എന്ന് ഉച്ചരിക്കരുത്. കാരണം നാവ് മുകളിലേക്ക് ഉയർത്തി വെച്ചിട്ട് നൂനിൻ്റെ മഹ്റജിൽ മാത്രം സ്പർശിച്ചുകൊണ്ട് ഓതും. എന്നാൽ നാവ് ഉയർത്തി വെച്ചാൽ ആ നൂൻ കറക്റ്റ് ആവില്ല, നാവ് താഴ്ന്നിരിക്കണം. മീന മീന മീന. അപ്പോൾ ആ നൂനിന് നല്ല വ്യക്തതയുണ്ടാകും, ശുദ്ധതയുണ്ടാകും, അതിൻ്റെ ഉച്ചാരണവും കറക്റ്റായിരിക്കും. മീന മീന മീന. അഷ് അഷ്. ഷീനിൻ്റെ പ്രത്യേകത തഫഷി എന്ന സിഫത്തുണ്ട്, അഥവാ കാറ്റ് പരക്കണം ഷീൻ ഓതുമ്പോൾ. നാവിൻ്റെ മധ്യവും നേരെ മേൽ അണ്ണാക്കുമാണ് ഷീനിൻ്റെ മഹ്റജ്. അപ്പോൾ പലരും ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അഗ്രഭാഗം കൊണ്ട് ഷ ഷി എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, നാവിൻ്റെ മധ്യഭാഗവും നേരെ മേൽ ഭാഗവും ചേർന്നതാണ് ഷീനിൻ്റെ മഹ്റജ്. അതുപോലെ തഫഷി എന്ന സിഫത്ത് ഈ ഷീനുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റ് പരക്കണം നാവിൻ്റെ അഗ്രം വരെ ഷീൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ കാറ്റ് പരക്കേണ്ടതുണ്ട്. അതുപോലെ ഷീൻ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, റഖാവത്ത് എന്ന സിഫത്തുണ്ട്. അതുപോലെ ഹംസ് എന്ന സിഫത്തുമുണ്ട്. ഹംസ് എന്ന് വെച്ചാൽ കാറ്റ് പുറത്തേക്ക് പോകലാണ്. എന്നാൽ റഖാവത്ത് എന്ന് പറയുമ്പോൾ അത് ഹോൾഡ് ചെയ്യണം, ഹോൾഡ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഷീൻ ഉച്ചരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക, ഹോൾഡിങ്ങും ശ്രദ്ധിക്കുക, അതുപോലെ കാറ്റ് പരക്കലിനെയും ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ മീനാശ എന്നാണ് ഓതേണ്ടത്. മീനാശ് ഹോൾഡിംഗ് ഉണ്ട്, അതുപോലെ കാറ്റ് പരക്കലുണ്ട്. എന്നാൽ നാവിൻ്റെ മധ്യവുമാണ്, അതും ശ്രദ്ധിക്കണം. മീനാശ മീനാശ. ചുണ്ട് വിടർത്തി വെക്കുക, ചുണ്ട് കൂട്ടി വെച്ചാൽ കറക്റ്റ് ആവില്ല. മീനാഷ് അത് കറക്റ്റ് ആവില്ല, ചുണ്ട് വിടർത്തി തന്നെ വെക്കുക. മീനാശ മീനാശൈ. അടുത്ത യാഉം റഖാവത്ത് എന്ന സിഫത്തുള്ള അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹോൾഡ് ചെയ്യണം. മീനാശൈ 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 എന്ന് ഒരു ഹോൾഡിങ് അവിടെയും ഉണ്ടാവുക. അതുപോലെ യാ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നാവിൻ്റെ അങ്ങേ അറ്റവും അതുപോലെ ഇത്ബാഖിൻ്റെ എതിരായ നാവിൻ്റെ നടു മേലേക്ക് ഉയരുന്നതിൻ്റെ ഓപ്പോസിറ്റായ ഇൻഫിത്താഹ് എന്ന സിഫത്ത് കൂടിയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നാവ് താഴ്ന്നിരിക്കണം, നാവിൻ്റെ
മധ്യം നേരെ മേൽ അണ്ണാക്കിനോട് ചേർന്നിരിക്കുകയും വേണം. അപ്പോൾ എങ്ങനെയാണ്? മീനശൈ മീനശൈ മീനശൈ. ഇനി നമുക്ക് ആദ്യം മുതൽ ഒന്ന് ജസ്റ്റ് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി. ഇനി തോ എന്ന് പറയുന്നത് അതിൻ്റെ മഖ്റജ് നമുക്കറിയാം. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും. തോ. എന്നാൽ ഈ ൻ്റെ പൂർണ്ണമായ ഉച്ചാരണം ലഭ്യമാകണമെങ്കിൽ സിഫത്ത് കൂടി ചേർക്കണം. അഥവാ ൻ്റെ സിഫത്തുകളിൽ ഒന്നാണ് ഇസ്തിഅ്ലാ എന്ന സിഫത്ത്. ഇസ്തിഅ്ലാ എന്ന് വെച്ചാൽ നാവ് അണ്ണാക്കിലേക്ക് ഉയർന്നിരിക്കുക എന്നുള്ളതാണ് ഇസ്തിഅ്ലാ. മാത്രമല്ല ഇത്ബാഖ് എന്ന സിഫത്തുമുണ്ട്. നാവിൻ്റെ നടുവും മേൽപോട്ട് ഉയർന്നിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അഗ്രവും മേലെ മുൻപല്ലുകളുടെ ഊന്നും ശ്രദ്ധിക്കുകയും അതോടൊപ്പം നാവിൻ്റെ അങ്ങേയറ്റം മേൽപോട്ട് ഉയർന്നിരിക്കുന്നതിൽ ശ്രദ്ധിക്കുകയും നാവിൻ്റെ നടുഭാഗം മേൽപോട്ട് ഉയർന്നിരിക്കുന്നതിൽ ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് കനപ്പിച്ച് ഉച്ചരിക്കണം. അതുപോലെ ഈ ഉച്ചരിക്കുമ്പോൾ പലപ്പോഴും ചുണ്ട് പലരുടെയും മുന്നോട്ട് വരാറുണ്ട്. ഒരു ഒകാര മോഡൽ. ഏതുപോലെ? തോ അങ്ങനെ ഉച്ചരിക്കരുത്. അങ്ങനെ ഉച്ചരിക്കുന്നവരുണ്ടെങ്കിൽ ഇതോടുകൂടി അത് അവസാനിപ്പിക്കണം. തോ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. ചില ആളുകൾ ഉച്ചരിക്കും ത്വാ, ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. മലയാളത്തിൽ അങ്ങനെയാകുമ്പോൾ മലയാളത്തിൽ ത്വാ എഴുതുമ്പോൾ പലപ്പോഴും ത്വാ എന്നല്ലേ എഴുതാൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പലരും ത്വാ എന്ന് മലയാളികൾ ഉച്ചരിക്കുന്നത്. മലയാളികളല്ലാത്തവർ ചിലപ്പോൾ തോ എന്ന് ഉച്ചരിക്കാറുണ്ട്. എന്തായാലും അതിൻ്റെ ഉച്ചാരണം ഇത് രണ്ടുമല്ല. ത്വാ എന്നും അല്ല, തോ എന്നും അല്ല. മറിച്ച് എന്താണ്? തോ. നേരെ ചുണ്ട് നേരെ വെക്കുക, മുന്നോട്ട് പോവുകയോ ചെയ്യരുത്. നീ ഉച്ചരിക്കുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ നാവിൻ്റെ മധ്യവും നാവിൻ്റെ അങ്ങേ അറ്റവും താഴ്ന്നിരിക്കണം. ഉയർന്നിരുന്നാൽ നൂനിൻ്റെ ഉച്ചാരണം കൃത്യമാകില്ല. അതുകൊണ്ട് താഴ്ന്നു തന്നിരിക്കണം. നൂൻ വ്യക്തമാക്കി ഉച്ചരിക്കുകയും വേണം. ചുരുക്കത്തിൽ മീനശൈത്വാനി എന്നാണ്. ഇനി അർറജീം. ഇനി റാ ഉച്ചരിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായ വിഷയങ്ങളുണ്ട്. ഒന്ന്, റാ ഉച്ചരിക്കുമ്പോൾ റാ ഇവിടെ തഫ്ഖീമാണ്. അഥവാ കനപ്പിച്ച് ഉച്ചരിക്കേണ്ട അവസ്ഥയാണ് റാഇനുള്ളത്. റാഇന് രണ്ട് രീതിയുണ്ടല്ലോ, കനപ്പിച്ച് ഉച്ചരിക്കാം, അതുപോലെ നേർപ്പിച്ച് ഉച്ചരിക്കാം. ഇവിടെ തഫ്ഖീമായി കനപ്പിച്ച് ഉച്ചരിക്കുന്ന രീതിയാണ് റാഇനുള്ളത്. അപ്പോൾ റാഇൻ്റെ മഖ്റജ് ഏതാണ്? നാവിൻ്റെ തലയുടെ മുതുകും മേൽ മുൻപല്ലുകളുടെ ഊന്നും ആണ്. അങ്ങനെ റാ പറഞ്ഞു നോക്കിയാൽ ഒരു അപകടമുണ്ട്. ആ മഖ്റജ് വെച്ചെന്ന് പറഞ്ഞു നോക്കുമ്പോൾ എന്താ വിഷയം? റാ. ഇവിടെ വേറൊരു സിഫത്ത് കൂടിയുണ്ട്. തക്രീർ എന്ന് പറയുന്നൊരു സിഫത്തുണ്ട് റാഇന്, അഥവാ പിടയ്ക്കൽ പാടില്ല. ഇങ്ങനെ പിടയ്ക്കൽ വന്നാലുള്ള വിഷയം വലിയ അപകടമാണ്. ഒരു റാഇൻ്റെ സ്ഥാനത്ത് പല റാകൾ വരും, 2, 3, 4. നോക്ക്, എത്ര റായ വന്നത് എണ്ണാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഉച്ചരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് വേണം? അതിൻ്റെ സിഫത്ത് ചേർക്കണം. സിഫത്ത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സിഫത്താണ് ഇസ്തിഅ്ലാ. റാഇനെ തഫ്ഖീമിലേക്ക് കൊണ്ടുപോകുന്ന പ്രധാന സിഫത്താണ് ഇസ്തിഅ്ലാ എന്ന് പറയുന്ന സിഫത്ത്. നാവ് അണ്ണാക്കിലേക്ക് ഉയർന്നിരിക്കുക. റാഇൻ്റെ മഖ്റജിനോടൊപ്പം തന്നെ
റാഇൻ്റെ മഖ്റജിൽ പെട്ടതാണ് ഈ സിഫത്ത്. അഥവാ നാവിൻ്റെ അങ്ങേയറ്റം മേൽപോട്ട് ഉയർന്നിരിക്കണം, അഥവാ ഇസ്തിഅ്ലാ ചെയ്യണം. നോക്ക്, റാ റാ. ഇത് പരിശീലിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ആദ്യം റാ പറഞ്ഞു, പിന്നീട് ഗൈൻ പറഞ്ഞു. നോക്കുക, ഗൈൻ, റാ ഗാ, റാ ഗാ, റാ ഗാ, റാ ഗാ. ഇനി ഇത് ഒരുമിച്ച് പറഞ്ഞു നോക്ക്, റാ 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 റാ. ഇനി ഈ അർറജീം എന്നുള്ളിടത്ത് റാഇനെ ഉച്ചരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. റാ തവസ്സുത്തിൻ്റെ അക്ഷരമാണ്. തവസ്സുത്ത് എന്ന സിഫത്തുമുണ്ട്. തവസ്സുത്ത് എന്നത് നാം പഠിച്ചു. എന്താണ്? ഹോൾഡ് ചെയ്യണം, മധ്യമ നിലയിൽ, മീഡിയം രീതിയിൽ ഹോൾഡ് ചെയ്യേണ്ട അക്ഷരമാണ് റാ. അപ്പോൾ റാ ഹോൾഡ് ചെയ്യണം, ശ്രദ്ധിച്ച് പഠിക്കുക. റാ ഹോൾഡ് ചെയ്യണം, തവസ്സുത്ത് ആയി ഹോൾഡ് ചെയ്യണം. ഇസ്തിഅ്ലാ, നാവ് അണ്ണാക്കിലേക്ക് ഉയർന്നിരിക്കണം. അതുപോലെ തക്രീർ, പിടയ്ക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ റാഇൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ റാഇൽ ഇൻഫിതാഹമുണ്ട്. നാവിൻ്റെ നടുഭാഗം താഴ്ന്നിരിക്കുകയും നാവിൻ്റെ നടുഭാഗം താഴ്ന്നിരിക്കുകയും വേണം. അങ്ങനെയാണ്. അപ്പോൾ അർറ 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 എന്നുച്ചരിക്കണം. എന്തല്ല? അർറ അല്ല, കാരണം തവസ്സുത്തുണ്ട്. അർ അർറ അർറ അർ എന്നിങ്ങനെ ഹോൾഡ് ചെയ്യണം. നാവിൻ്റെ റാഇൻ്റെ മഖ്റജും അതുപോലെ സിഫത്ത് ഇസ്തിഅ്ലാഉം കൂടി ചേർത്ത് അർറ അർറ അർറ. നന്നായി പ്രാക്ടീസ് ചെയ്ത് അർറ അർറ അർറജീം. ഇനി ജീം. ജീമിൻ്റെ ഒരു പ്രശ്നം, പല ആളുകളും ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അഗ്രം കൊണ്ട് ഉച്ചരിക്കാറുണ്ട്. ജ ജീ ജു. കാരണം മലയാളത്തിൽ ജ എന്ന് പറയുന്നൊരു അക്ഷരം ഉണ്ടായതുകൊണ്ട് ജ ജീ ജു അങ്ങനെ ശീലിച്ചു പോയവരുണ്ട്. അങ്ങനെയല്ല, നാവിൻ്റെ മധ്യവും നേരെ മേലിടുന്നതായ അണ്ണാക്കുമാണ്. അപ്പോൾ ജ ജി ജു ആജ് ഈജ് ഊജ്. ഇവിടെ ജീം ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെയാണ് ഈ ജീമിൻ്റെ ഒരു പ്രത്യേകത. ശ്വാസ തടസ്സമുണ്ടാകണം. ജീം പുറത്തേക്ക്, ജീം ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ കാറ്റ് പുറത്തേക്ക് പോകാൻ പാടില്ല. കാരണം ജഹ്ർ എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ടല്ലോ ജീമിന്. അപ്പോൾ കാറ്റ് പുറത്തേക്ക് പോകാൻ പാടില്ല ജീം ഓതുമ്പോൾ. അതുപോലെ മഖ്റജിൽ ശക്തിയുള്ളതായ അക്ഷരമായതുകൊണ്ട് ശബ്ദ തടസ്സവും ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീ 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 മഖ്റജ് ശ്രദ്ധിക്കുക, അതുപോലെ കാറ്റ് പുറത്തേക്ക് പോകാതെ ശ്രദ്ധിക്കുക. മഖ്റജ് കൃത്യമായാൽ പിന്നെ കാറ്റ് പുറത്തേക്ക് പോകില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ജീ ജീ അർറജീ അർറജീം. അവിടെ ഒരു മദ്ദുണ്ട്, സുന്നത്തായൊരു മദ്ദുണ്ട്. മദ് ആര് എന്ന് പറയും. ആ മദ്ദിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. എന്തായാലും മദ്ദുണ്ട് അവിടെ. അർറജീം. അതുപോലെ അവിടെ മീമിനെ സുക്കൂൻ ചെയ്താണല്ലോ നിർത്തേണ്ടത്. മീമിൻ്റെ പ്രത്യേകതയാണ് തവസ്സുത്തായ സിഫത്തുണ്ട്, അഥവാ സമയം അല്പം എടുത്തുകൊണ്ട് വഖഫ് ചെയ്യണം. അർറജീം എന്നല്ല, അർറജീം. ഉണ്ടോ? മീമിന് അല്പം സമയം എടുത്തുകൊണ്ടാണ് വഖഫ് ചെയ്തത്. അതാണ് അതിൻ്റെ രീതി. അർറജീം അർറജീം. ഇനി ഓരോ പദങ്ങളും നമുക്കൊന്ന് ഉച്ചരിച്ച് നോക്കാം. ശേഷം ആകെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുമിച്ച് ഉച്ചരിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിന് അവസാനിപ്പിക്കാം. അഊദു കൂടെ നിങ്ങളെല്ലാവരും പറയണം.
അഊദു അഊദു ബില്ലാഹി 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 മിനശ്ശൈത്വാനി 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 الرجيم الرجيم الرجيم. ഇനി ഒരുമിച്ച് പറയാം, കൂടെ ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആൻ നന്നായി പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി പഠിക്കുക. നമുക്ക് വേണ്ടപ്പെട്ടതായ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സഹോദരങ്ങളിലേക്ക്, എല്ലാവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക. വിശുദ്ധമായ ഖുർആൻ തെറ്റില്ലാതെ എല്ലാവർക്കും പഠിക്കാൻ കഴിയട്ടെ. പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. എല്ലാവരും ദുആ ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ബിസ്മില്ലാഹി തുടങ്ങുന്ന ക്ലാസ്സാണ്. ആ ക്ലാസ് നമുക്ക് ഇൻഷാ അല്ലാഹ് കാത്തിരിക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.